അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, മോശം സ്വഭാവമുള്ള അല്ലെങ്കിൽ കുടുംബം തകർക്കുന്ന മരുമകളുടെ 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തും തണലും കുടുംബമാണ്. ഒരു വ്യക്തി സമൂഹത്തിൽ എത്ര വലിയ പദവികൾ നേടിയാലും സ്വന്തം വീട്ടിൽ സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ ആ ജീവിതം പൂർണ്ണ പരാജയമായിരിക്കും. വിവാഹം എന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, 2 വ്യത്യസ്ത സംസ്കാരങ്ങളും കുടുംബങ്ങളും തമ്മിലുള്ള കൂടിച്ചേരലാണ്. ഒരു പുതിയ പെൺകുട്ടി മരുമകളായി ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് വർദ്ധിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചയും ഉള്ളിടത്ത് മാത്രമേ കുടുംബ ബന്ധങ്ങൾ സ്വർഗതുല്യമാവുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ ഏറെ പ്രത്യാശയോടെ തുടങ്ങുന്ന പല ദാമ്പത്യങ്ങളും വളരെ പെട്ടെന്ന് തകരുന്നതായാണ് നമ്മൾ കാണുന്നത്. കുടുംബ കോടതികളിൽ വിവാഹമോചന കേസുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അതിന് പിന്നിൽ ഭർത്താവിൻ്റെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയോ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഒരുപാടുണ്ടാകാറുണ്ട്. എന്നതുപോലെ തന്നെ യാഥാർത്ഥ്യമാണ് ചില മരുമക്കളുടെ തെറ്റായ സ്വഭാവ രീതികളും ചിന്താഗതികളും ഒരു കുടുംബത്തെ ഒന്നാകെ തകർത്ത് തരിപ്പണമാക്കാറും ഉണ്ട് എന്നത്. ഒരു മരുമകൾ വിചാരിച്ചാൽ ഒരു കുടുംബത്തെ ഉന്നതിയിലേക്ക് നയിക്കാനും അല്ലെങ്കിൽ ആ വീടിൻ്റെ സമാധാനം പൂർണ്ണമായി നശിപ്പിക്കാനും സാധിക്കും. കേവലം ഒരു വ്യക്തിയുടെ സ്വാർത്ഥത കാരണം മാതാപിതാക്കളും പങ്കാളിയും മക്കളും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ സന്തോഷം ഇല്ലാതാകുന്ന അവസ്ഥ ഭയപ്പെടുത്തുന്നതാണ്. ഒരു കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് നേരിട്ട് കാരണമായേക്കാവുന്ന മരുമകളിൽ കാണാൻ സാധ്യതയുള്ള 7 പ്രധാനപ്പെട്ട മോശം സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലും ഇത്തരം പ്രവണതകൾ കടന്നുകൂടുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക, എന്നിട്ട് മനസ്സിലാക്കുക. 1-ാമത്തെ ലക്ഷണം, പങ്കാളിയെ സ്വന്തം കുടുംബത്തിൽ നിന്നും വേർപെടുത്താൻ ശ്രമിക്കുക എന്നതാണ്. വിവാഹം കഴിഞ്ഞയുടൻ ഭർത്താവ് തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും അയാളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ യാതൊരു സ്ഥാനവും ഉണ്ടാകരുത് എന്ന് ചിലർ ചിന്തിക്കുന്നു. ജന്മം നൽകിയ ഉമ്മയോടും ഒപ്പം വളർന്ന സഹോദരങ്ങളോടും ഭർത്താവ് കാണിക്കുന്ന സ്നേഹത്തെയും കടമകളെയും അസൂയയോടെയും സംശയത്തോടെയുമാണ് ഇവർ വീക്ഷിക്കുന്നത്. ഭർത്താവിനെ വൈകാരികമായി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് അകറ്റാൻ ഇവർ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് പുരുഷനെ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുകയും ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാക്കുകയും ചെയ്യുന്നു. 2, സുതാര്യതയില്ലാത്ത പെരുമാറ്റവും നുണപറച്ചിലുമാണ്. ഏതൊരു ദാമ്പത്യ ബന്ധത്തിൻ്റെയും വിജയരഹസ്യം പരസ്പര വിശ്വാസമാണ്. എന്നാൽ ചില വ്യക്തികൾ കുടുംബത്തിൽ എപ്പോഴും കാര്യങ്ങൾ ഒളിച്ചു വെക്കാനും അനാവശ്യമായി നുണകൾ പറയാനും താല്പര്യപ്പെടുന്നവരാണ്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഭർത്താവിൽ നിന്ന് പൂർണ്ണമായി മറച്ചു വെക്കുകയും എന്നാൽ ഭർത്താവിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സ്വന്തം വീട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇവർ കാണിക്കുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിലും സ്വർണത്തിൻ്റെ കാര്യത്തിലും വ്യക്തതയില്ലാതെ പെരുമാറുന്നതും നുണകൾ ആവർത്തിക്കുന്നതും പങ്കാളിക്ക് അവരിലുള്ള വിശ്വാസ്യത പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യുന്നു. 3, വിട്ടുവീഴ്ചയില്ലാത്ത അനാവശ്യ വാശികളാണ്. ഒരു കുടുംബം മുന്നോട്ടു പോകുന്നത് പരസ്പരമുള്ള വിട്ടുവീഴ്ചകളിലൂടെയാണ്. എന്നാൽ എന്ത് കാര്യത്തിലും തൻ്റെ വിചാരങ്ങളും തീരുമാനങ്ങളും മാത്രം നടപ്പിലാക്കണം എന്ന് വാശി പിടിക്കുന്ന സ്വാർത്ഥത ഒരു കുടുംബത്തിനും നല്ലതല്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ യാതൊരു വിലയും നൽകാതെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന മട്ടിൽ പെരുമാറുന്നത് വീട്ടിൽ നിത്യേന വഴക്കുകൾ ഉണ്ടാകാൻ കാരണമാകും. ഈഗോ മുന്നിൽ നിർത്തി ജീവിക്കുന്ന ഇത്തരം വ്യക്തികൾക്ക് ഒരു പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ പുതിയ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. 4-ാമത്തെ കാര്യം, കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര കലഹങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. വീട്ടിലെപ്പോഴും ഒരു അശാന്തിയും പരസ്പര മത്സരവും നിലനിർത്താൻ ചിലർ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. കുടുംബങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ കഴിയുന്നത് ഇവർക്കൊരിക്കലും സഹിക്കാൻ കഴിയുകയുമില്ല. മറ്റുള്ളവർ സാധാരണ മട്ടിൽ പറയുന്ന വാക്കുകളെപ്പോലും വളച്ചൊടിച്ച് അതിൽ കടുത്ത വിദ്വേഷം കലർത്തി ഭർത്താവിൻ്റെ ചെവിയിലെത്തിക്കുക എന്നത് ഇവരുടെ ഒരു ദുസ്വഭാവമാണ്. പരസ്പരം കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് കുടുംബങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇത്തരം തന്ത്രം കളിക്കുന്ന മരുമക്കൾ ശാന്തമായ ഒരു വീടിനെ നരകതുല്യമാക്കി മാറ്റും. 5, കുടുംബ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള സഹകരണമില്ലായ്മയാണ്. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടുത്തെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും കടമകളിലും പങ്കാളിയാകാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്.
എന്നാൽ താൻ ആ കുടുംബത്തിലെ ഒരംഗമേ അല്ല എന്ന രീതിയിൽ മാറി നിൽക്കുന്ന പ്രവണത ചില സ്ത്രീകൾ കാണിക്കാറുണ്ട്. വീട്ടു ചുമതലകളിൽ നിന്നോ വിരുന്നുകാർ വരുമ്പോഴോ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ നിന്നോ മനഃപൂർവ്വം മാറി നിൽക്കുകയും സ്വന്തം സുഖങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത് മറ്റുള്ളവരിൽ കടുത്ത അമർഷമുണ്ടാക്കും. ഈ ഉത്തരവാദിത്വമില്ലായ്മ ബന്ധങ്ങളെ തകർത്തു കളയും. 6. താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് പല കുടുംബങ്ങളും തകരാൻ പ്രധാനപ്പെട്ട കാരണം അനാവശ്യമായ ആഡംബര മോഹങ്ങളാണ്. ഭർത്താവിൻ്റെ വരുമാന പരിധിയും കുടുംബത്തിൻ്റെ അവസ്ഥയും മനസ്സിലാക്കി ജീവിക്കാൻ ചിലർ തയ്യാറാകുന്നില്ല. മറ്റുള്ളവരുടെ ആസ്തികൾ കണ്ട് അത് തനിക്കും വേണമെന്ന് വാശി പിടിക്കുകയും താങ്ങാൻ കഴിയാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭർത്താവിനെ കടുത്ത കടക്കണിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നവർ. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വരുത്തി വെക്കുന്ന ഈ സ്വഭാവം കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുക മാത്രമല്ല ചെയ്യുന്നത്, വലിയ മാനസിക തകർച്ചയിലേക്കും കാരണമാകും. 7ാമത്തെ കാര്യം, എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് താഴ്ത്തിക്കെട്ടുക. തനിക്ക് കിട്ടിയ ജീവിതത്തിലും പങ്കാളിയിലും തൃപ്തി കണ്ടെത്താൻ കഴിയാത്തവർക്ക് ഒരിടത്തും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. സ്വന്തം ഭർത്താവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സംസാരിക്കുന്നത് ഒരു ക്രൂരമായ മാനസിക അവസ്ഥയാണ്. മറ്റുള്ളവരുടെ വീടും സൗകര്യങ്ങളും ഭർത്താവിൻ്റെ ശമ്പളവും ചൂണ്ടിക്കാണിച്ച് നിരന്തരം പരിഭവം പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും പങ്കാളിയുടെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിക്കുന്നത്. ഈ സ്വഭാവം ദാമ്പത്യത്തിലെ സ്നേഹത്തെയും ആദരവിനെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു മരുമകളിൽ ഈ പറയുന്ന 7 സ്വഭാവങ്ങൾ പ്രകടമായി കാണുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സമാധാനപരമായ നിലനിൽപ്പ് വലിയൊരു ചോദ്യചിഹ്നമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ വിഷയത്തെ നമ്മൾ മറ്റൊരു കോണിലൂടെയും കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. ഒരു പെൺകുട്ടി താൻ ജനിച്ചു വളർന്ന പരിചിതമായ ഒരു ചുറ്റുപാട് പൂർണ്ണമായും ഉപേക്ഷിച്ചാണ് മറ്റൊരു കുടുംബത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അവൾക്ക് ചില അപരിചിതങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അത് മനസ്സിലാക്കി അവളെ സ്വന്തം മകളെ പോലെ സ്നേഹത്തോടെ തിരുത്തി ഒപ്പം കൂട്ടാൻ ഭർത്താവിനും ആ കുടുംബത്തിനും കഴിയണം. പരസ്പരമുള്ള ആശയവിനിമയക്കുറവാണ് പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളെപ്പോലും വലിയ പ്രശ്നങ്ങളാക്കുന്നത്. എന്നാൽ എല്ലാ തിരുത്തലുകൾക്കും സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾക്കും അപ്പുറം സ്വന്തം സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിനും വേണ്ടി ഒരു കുടുംബത്തെ ബോധപൂർവം തകർക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ബന്ധങ്ങൾ തകർക്കാൻ വളരെ എളുപ്പമാണ്. ഒരു വാക്കോ ഒരു തെറ്റായ പ്രവൃത്തിയോ മതി. എന്നാൽ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു കുടുംബ ബന്ധം തകരുമ്പോൾ അത് ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. വിട്ടുവീഴ്ചയും പരസ്പര ബഹുമാനവും തുറന്ന സംഭാഷണങ്ങളും ഉള്ളിടത്ത് മാത്രമേ ദാമ്പത്യവും കുടുംബ ബന്ധവും വിജയകരമായി മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങളിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.